നമ്മുടെ സൂര്യ വിജയകുമാർ പാട്ട് പാടണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടെങ്കിലും ഗായികയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്നോട് പറയുന്ന ഒരു പാട്ട് പാടണം, ഇവിടെ അമ്മമാരൊക്കെ പാടിയപ്പം ഒരു പാട്ട് പാടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പാടുവാ. ഏത് പാട്ടാ പാടുന്നത്? എനിക്ക് ഭക്തിഗാനമാണ് ഇഷ്ടം. ഞാൻ ദേവി ഭക്തയാണ്. അപ്പൊ എനിക്ക് ദേവിയെ കുറിച്ചുള്ള പാട്ടാണ്. അപ്പം ദേവിയെ കുറിച്ച് പാട്ട് പാടുമെന്നാ പറഞ്ഞത്. എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്തേ, എന്തുകൊണ്ട്? അപ്പൊ നമ്മളിവിടെ വന്നു. നമ്മുടെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ശാന്തിതീരം അഭയകേന്ദ്രത്തിൽ വന്നു. നമ്മള് ഇവിടുത്തെ അമ്മമാരെ എല്ലാം കണ്ടു. അവരുമായിട്ടെല്ലാം കുറെ സമയങ്ങൾ ചെലവഴിച്ചു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. മനസ്സിനൊക്കെ നല്ല സന്തോഷം തോന്നുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പൊ നമ്മളിവിടെ വരാൻ കാര്യം നമ്മുടെ സൂര്യ വിജയകുമാറാണ്. സൂര്യ നിരന്തരം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പം 10-25 വർഷം സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ച ആൾ, അതൊക്കെ റിട്ടയർഡ് ചെയ്ത് രാഷ്ട്രീയമൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് ഇങ്ങനെയുള്ള അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു ഇതിലേക്ക് വന്നപ്പം അതിനെ നമ്മൾ വന്ന് കണ്ടു. വളരെ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. ഈ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുവാണ്. ഈ സ്ഥാപനത്തിൽ ഇതുവരെ ഞാൻ വന്നിട്ടില്ലായിരുന്നു. ഈ സ്ഥാപനത്തെ കുറിച്ച് അധികം എനിക്ക് അറിയത്തുമില്ലായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. വെട്ടിയാറ്റിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ സ്ഥലം. ഈ ശാന്തിതീരത്തെ കുറിച്ച് എനിക്ക് സത്യത്തിൽ അങ്ങനെ ഞാൻ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വളരെ നല്ലൊരു അന്തരീക്ഷം. അമ്മമാരെല്ലാം വളരെ സന്തോഷത്തിലാണ്. അപ്പം നിങ്ങളുടെ വീടുകളിൽ അല്ലെ നമ്മുടെ സന്തോഷകരമായ ദിനങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ വീട്ടിൽ നല്ലൊരു സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടാവുന്ന സമയത്ത് ഈ സ്ഥാപനത്തെ കൂടി ഓർക്കുക. ഇവിടെ താമസിക്കുന്ന ആളുകളെ, അമ്മമാരെ സംബന്ധിച്ച് അവരുടെ ചെലവുകൾക്കൊക്കെ നല്ലൊരു തുക തന്നെ വേണ്ടി വരും, അല്ലേ? അപ്പൊ അതൊക്കെ നല്ല മനസ്സുള്ള ആളുകൾ, നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ആളുകളുടെ സഹായം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോ അങ്ങനെ ഉള്ള സഹായങ്ങൾ, ഇതിന്റെ നടത്തിപ്പ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മാഡത്തിന്റെ പേര് ബീജ, ഹസ്ബൻഡും 2 കുട്ടികളും, അവര് കുടുംബത്തോടു കൂടി ഇവിടെ തന്നെയാണ് താമസം. അവരുടെ കൂടെ തന്നെയാണ്. മുമ്പേ ഒരു അമ്മ പറഞ്ഞു, ചൂടുള്ള സമയങ്ങളിൽ ഞങ്ങള് നല്ല ചൂടുണ്ട്, ചിലപ്പോൾ ഫാൻ ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അതാണ്. അപ്പൊ അവര് പ്രത്യേകിച്ച് അവര് വേറെ AC റൂമിലും അല്ലെ ഫാനുള്ള മുറിയിലല്ല കിടക്കുന്നത്. അവരോട് കൂടി തന്നെ, അമ്മമാരോടൊപ്പം തന്നെയാണ്. മാതൃകാപരമാണ്. അപ്പൊ ഈ സ്ഥാപനം, ഇതുപോലെയുള്ള സ്ഥാപനം ആത്മാർത്ഥമായിട്ട് നടത്തുന്ന സ്ഥാപനം എന്ന നിലയിൽ, ഇതിനകത്ത് കള്ളവും കപട്യവും എല്ലാം ആത്മാർത്ഥമായി നടത്തുന്ന സ്ഥാപനം എന്ന നിലയിൽ ഇതൊക്കെ നിലനിന്ന് പോകേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ സന്തോഷകരമായ ദിനങ്ങളൊക്കെ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ ഇവിടത്തേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇവിടെ നേരിട്ട് വന്ന് കാണാം. ഇവിടെ അമ്മമാരെയൊക്കെ വന്ന് കണ്ട് നിങ്ങൾക്ക് പോകാം. ഒരു ദിവസം അവരോടൊപ്പം ചെലവഴിക്കാം. അങ്ങനെ ഒരു ദിവസം യാദൃശ്യമായിട്ട് ഞാൻ ഇന്ന് വന്നതാണ്. എനിക്ക് വളരെ മനസ്സിന് വളരെ സന്തോഷമുണ്ടായ ഒരു ദിവസം ആണ്. അപ്പം ഈ ചാനലിന്റെ, നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ ഇവിടുത്തെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്. വിവരങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ഇവിടെ വരേണ്ടത് മാവേലിക്കര പന്തളം റൂട്ടിൽ നമ്മുടെ ജോസ്കോ ഹോസ്പിറ്റലിന്റെ കൊടനലം റൂട്ടിൽ 200 വാരം മുന്നോട്ട് വരുമ്പോൾ അവിടെ ഒരു ഗുരുനാഥൻകാവ് ക്ഷേത്രമുണ്ട്. അതിന് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ബോർഡുണ്ട്, നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ശാന്തിതീര അഭയകേന്ദ്രം എന്ന്. ആ റോഡ് വന്ന് അവസാനിക്കുന്നത് നമ്മുടെ ഈ അഭയകേന്ദ്രത്തിലാണ്. അപ്പോ നമ്മുടെ സൂര്യ വിജയകുമാർ പാട്ട് പാടണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടെങ്കിലും ഗായികയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്നോട് പറയുന്ന ഒരു പാട്ട് പാടണം, ഇവിടെ അമ്മമാരൊക്കെ പാടിയപ്പം ഒരു പാട്ട് പാടണമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം പാടുവാ. ഏത് പാട്ടാ പാടുന്നത്? എനിക്ക് ഭക്തിഗാനമാണ് ഇഷ്ടം. ഞാൻ ദേവി ഭക്തയാണ്. അപ്പൊ എനിക്ക് ദേവിയെ കുറിച്ചുള്ള പാട്ടാണ്. അപ്പം ദേവിയെ കുറിച്ച് പാട്ട് പാടുമെന്നാ പറഞ്ഞത്. എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. ബ്രഹ്മമയി പരബ്രഹ്മമയി കൊടുങ്ങല്ലൂർ വാഴും ശ്രീ കുറുമ്പേ, കണ്ണകി നീ കരുണാമയി നീ, കാമിത ഫലദേ കാലവും നീ,
ബ്രഹ്മമയീ പരബ്രഹ്മമയീ കൊടുങ്ങല്ലൂർ വാഴും ശ്രീ കുറുമ്പേ കണ്ണകി നീ കരുണാമയി നീ കാമിത ഫലദേ കാലവും നീ അംബികെ നിന്നോടെ അംഗത്തിൽ ഞാനിന്നൊരുണ്ണിയായി ഉറങ്ങുമ്പോൾ അംബികെ നിന്നോടെ അംഗത്തിൽ ഞാനിന്നൊരുണ്ണിയായി ഉറങ്ങുമ്പോൾ ചുരുത്തിണേയാ ദിവ്യ കരുണാമൃതം ഞാൻ എന്നിലലിയുന്ന ജ്ഞാനാമൃതം ചുരുട്ടണേ ഞാനെന്ന കരുണാമൃതം ഞാൻ എന്നിലലിയുന്ന ജ്ഞാനാമൃതം ബ്രഹ്മമയീ പരബ്രഹ്മമയീ കൊടുങ്ങല്ലൂർ വാഴും ശ്രീ കുറുമ്പേ കണ്ണകി നീ കരുണാമയി നീ കാമിത ഫലദേ കാലവും നീ ചെമ്പട്ടു ചേല ഞൊറിഞ്ഞുടുത്തെന്നമ്മ ചെമ്പടവട്ടത്തിൽ ഉറഞ്ഞുതുള്ളും ചെമ്പട്ടു ചേല ഞൊറിഞ്ഞുടുത്തെന്നമ്മ ചെമ്പടവട്ടത്തിൽ ഉറഞ്ഞുതുള്ളും ഞാനുമാ താളത്തിൽ അമർന്നുതുള്ളും ഞാനെന്ന ഭാവം മറന്നുതുള്ളും ഞാനുമാ താളത്തിൽ അമർന്നുതുള്ളും ഞാനെന്ന ഭാവം മറന്നുതുള്ളും ബ്രഹ്മമയീ പരബ്രഹ്മമയീ കൊടുങ്ങല്ലൂർ വാഴും ശ്രീ കുറുമ്പേ കണ്ണകി നീ കരുണാമയി നീ കാമിത ഫലദേ കാലവും നീ. അടിപൊളി പാട്ടായിരുന്നു. ഞാൻ ഇതിലെ സിനിമയിൽ പറഞ്ഞ പോലെ നെടുമുടി പറഞ്ഞ പോലെ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇത്രയും നാള് നമ്മൾ തമ്മിലൊക്കെ പരിചയം ഉണ്ടെങ്കിൽ ഇത്രയും മനോഹരമായി പാടുമെന്ന് അറിഞ്ഞില്ല. വളരെ സന്തോഷം. ഓക്കെ.